വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +1 അക്കൗണ്ടൻസിയിലെ 4ാമത്തെ അധ്യായമായ സബ് ഡിവിഷൻ ഓഫ് ജേണൽ ഓർ സ്പെഷ്യൽ ജേണൽ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡബിൾ കോളം ക്യാഷ് ബുക്കിനെ കുറിച്ചാണ്. നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ ക്യാഷ് ബുക്കിനെ കുറിച്ചും വിവിധ തരം ക്യാഷ് ബുക്കിനെ കുറിച്ചും കൈകാര്യം ചെയ്തിരുന്നു. 4 തരത്തിലാണ് ക്യാഷ് ബുക്കുകൾ പ്രധാനമായിട്ടും ഉള്ളത്. 1 സിമ്പിൾ ഓർ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, 2 ഡബിൾ കോളം ക്യാഷ് ബുക്ക്, 3 ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്, 4 പെറ്റി ക്യാഷ് ബുക്ക്. ഇതില് 2ാമത്തെ ക്യാഷ് ബുക്കായ ഡബിൾ കോളം ക്യാഷ് ബുക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ പാർട്ട് 2 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്നത് നമ്മൾ ആദ്യം പഠിച്ചിരിക്കണം. ആ പേരിൽ തന്നെയുണ്ട് ഈ ക്യാഷ് ബുക്കിന്റെ അർത്ഥം, ഡബിൾ കോളം ക്യാഷ് ബുക്ക്. 2 എമൗണ്ട് കോളങ്ങൾ, ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും 2 എമൗണ്ട് കോളങ്ങളുള്ള ക്യാഷ് ബുക്കാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡെബിറ്റ് സൈഡിലും ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും 2 എമൗണ്ട് കോളങ്ങൾ വരുന്ന ക്യാഷ് ബുക്കിനെയാണ് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഇപ്പോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡബിൾ കോളം ക്യാഷ് ബുക്കിന് ഒരു ലെഡ്ജറിന്റെ ഫോർമാറ്റ് പോലെ തന്നെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റും. ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. റൈറ്റ് സൈഡിനെ നമ്മൾ ഡെബിറ്റ് സൈഡ് എന്ന് വിളിക്കും, ലെഫ്റ്റ് സൈഡിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡ് എന്ന് വിളിക്കും. ഇനി നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ കോളങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, RN എന്ന് പറഞ്ഞാൽ റെസിപ്റ്റ് നമ്പർ എന്നാണ്. LF ലെഡ്ജർ ഫോളിയോ, ക്യാഷ്, ബാങ്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ 2 എമൗണ്ട് കോളങ്ങളാണ്. ഡെബിറ്റ് സൈഡിലുള്ള 2 എമൗണ്ട് കോളങ്ങളാണ് ക്യാഷ് കോളവും ബാങ്ക് കോളവും. ഈ ക്യാഷ് കോളത്തിലും ബാങ്ക് കോളത്തിലും നമ്മൾ എമൗണ്ട് ആണ് കാണിക്കുക. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, VN എന്ന് പറഞ്ഞാൽ വൗച്ചർ നമ്പർ, LF ക്യാഷ്, ബാങ്ക്. അപ്പൊ ഇതിന്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തപ്പോ ഫോർമാറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ പറ്റുന്നുണ്ടാവും. ഡെബിറ്റ് സൈഡിലും ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും 2 എമൗണ്ട് കോളങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ 2 എമൗണ്ട് കോളങ്ങൾ? ക്യാഷും ബാങ്കും. ഡെബിറ്റ് സൈഡിലുണ്ട് ക്യാഷും ബാങ്കും എന്ന് പറയുന്ന എമൗണ്ട് കോളം, അതുപോലെ ക്രെഡിറ്റ് സൈഡിലുണ്ട് ക്യാഷ്, ബാങ്ക് എന്ന് പറയുന്ന എമൗണ്ട് കോളം. അപ്പൊ സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ തയ്യാറാക്കിയപ്പോ ക്യാഷുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷനും ബാങ്കുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷനും നമ്മൾ ഒരേ സെയിം എമൗണ്ട് കോളത്തിലായിരുന്നു കാണിച്ചിരുന്നത്. പക്ഷേ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ നമ്മൾ ബാങ്കുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻസും ക്യാഷുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻസും നമ്മൾ സെപ്പറേറ്റ് കോളങ്ങളിലാണ് കാണിക്കുക. ക്യാഷുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻ നമ്മൾ ക്യാഷ് കോളത്തിലും ബാങ്കുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ ബാങ്ക് കോളത്തിലും കാണിക്കും. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെസിപ്റ്റുകളാണ് കാണിക്കുക. റെസിപ്റ്റുകളാണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ക്യാഷ് റെസിപ്റ്റ് ആയിക്കോട്ടെ, ക്യാഷ് പേയ്മെന്റ് ആയിക്കോട്ടെ, പണം കിട്ടിയതായിക്കോട്ടെ, ബാങ്ക് വഴി കിട്ടിയതായിക്കോട്ടെ, ചെക്ക് കിട്ടിയതായിക്കോട്ടെ, ബാങ്കിലേക്ക് പണം വന്നതായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ എവിടെ കാണിക്കുക? ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പൊ റെസിപ്റ്റുകൾ, ക്യാഷ് റെസിപ്റ്റും ബാങ്ക് റെസിപ്റ്റുകളൊക്കെ നമ്മൾ എവിടെ കാണിക്കും? ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇനി ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ പേയ്മെന്റുകളാണ് കാണിക്കുക. ക്യാഷ് പേയ്മെന്റ് ആയിക്കോട്ടെ, ബാങ്ക് പേയ്മെന്റ് ആയിക്കോട്ടെ, പണം കൊടുത്തതായിക്കോട്ടെ, ബാങ്ക് വഴി പണം കൊടുത്തതായിക്കോട്ടെ, ചെക്ക് കൊടുത്തതായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ എവിടെ കാണിക്കും? ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പൊ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെസിപ്റ്റുകളാണ് കാണിക്കുക. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ പേയ്മെന്റുകളാണ് കാണിക്കുക. അപ്പോ ഡബിൾ കോളം ക്യാഷ് ബുക്ക് തുടങ്ങുന്നത് സാധാരണ ഒരു ലെഡ്ജറിനെ പോലെ തന്നെയാണ്. ബാലൻസ് ബ്രോഡ് ഓൺ വെച്ചിട്ടാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യല്. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ബാലൻസ് ബ്രോഡ് ഓൺ ഡെബിറ്റ് സൈഡിലാണ് വരിക. ഓവർ ഡ്രാഫ്റ്റ് അല്ലാത്ത കേസിൽ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ബാലൻസ് ബ്രോഡ് ഓൺ ഡെബിറ്റ് സൈഡിലാണ് വരിക.
ബാലൻസ് ബ്രോഡ് ഡൗൺ നമുക്ക് ക്യാഷിന്റെയും ബാങ്കിന്റെയും തന്നിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ ക്യാഷ് കോളത്തിലും ബാങ്ക് കോളത്തിലും കാണിക്കും. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെസിപ്റ്റുകളാണ് കാണിക്കുക എന്ന് പറഞ്ഞിരുന്നു. ഉദാഹരണം, കമ്മീഷൻ റിസീവ്ഡ് ₹2000, 2000 രൂപ കമ്മീഷൻ കിട്ടി. ഇത് നമ്മൾ എവിടെ കാണിക്കുക? കമ്മീഷൻ കിട്ടിയതാണ്, ഇത് റെസിപ്റ്റ് ആണ്. ഇത് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ എന്നാണോ നമുക്ക് കമ്മീഷൻ കിട്ടിയത്, ആ കമ്മീഷൻ കിട്ടിയ ഡേറ്റ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് കോളത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. അതിനുശേഷം പർട്ടിക്കുലർസ് കോളത്തിൽ നമുക്ക് എന്താണ് കിട്ടിയത്, കമ്മീഷൻ, ആ കമ്മീഷൻ എന്ന് പർട്ടിക്കുലർസ് കോളത്തിൽ എഴുതും. ഇനി നമുക്ക് എത്ര രൂപയാണ് കിട്ടിയത്? 2000 രൂപ. അത് നമ്മൾ ക്യാഷ് കോളത്തിൽ കാണിക്കോ ബാങ്ക് കോളത്തിൽ കാണിക്കോ? നമ്മൾക്ക് കമ്മീഷൻ കിട്ടിയത് ചെക്കായിട്ടല്ല എന്നാണ്. ചെക്കാണ് കിട്ടിയതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. കമ്മീഷൻ കിട്ടി, 2000 രൂപ കമ്മീഷൻ കിട്ടി, കമ്മീഷൻ റിസീവ് ഫോർ ₹2000 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് അപ്പൊ നമ്മൾ ക്യാഷ് കോളത്തിലാണ് കാണിക്കുക. അപ്പൊ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഇങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. റെസിപ്റ്റുകൾ നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. ഇനി ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ പേയ്മെന്റുകളാണ് റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. ഉദാഹരണം, റെന്റ് പെയ്ഡ് ബൈ ചെക്ക് ₹5000, 5000 രൂപ വാടക കൊടുത്തു. ഇത് പെയ്ഡ് എന്ന് പറയുമ്പോൾ പേയ്മെന്റ് ആണല്ലോ. പേയ്മെന്റ് ആയതുകൊണ്ട് തന്നെ, പെയ്ഡ് ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തും. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ രേഖപ്പെടുത്തുക. അപ്പോ വാടക കൊടുത്തത് ചെക്കാണ് നമ്മൾ വാടക കൊടുത്തത്. അപ്പൊ ഇത് ക്യാഷുമായി ബന്ധപ്പെട്ട, ചെക്ക് ഏതുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻ ആണ്? ബാങ്കുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻ ആണ്. അതുകൊണ്ട് അത് ഏത് കോളത്തിലാണ് കാണിക്കേണ്ടത്? ബാങ്ക് കോളത്തിലാണ് കാണിക്കേണ്ടത്. പേയ്മെന്റ് ആയതുകൊണ്ട് അത് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ഇനി ക്രെഡിറ്റ് സൈഡിലുള്ള ഏത് കോളത്തിലാണ് കാണിക്കുക എന്ന് നമ്മൾ അറിയണം. ഏത് കോളത്തിലാണ് കാണിക്കുക? ക്യാഷ് കോളത്തിലാണോ ബാങ്ക് കോളത്തിലാണോ? ബാങ്ക് കോളത്തിലാണ്, കാരണം ചെക്കാണ് കൊടുത്തത്. അപ്പൊ നമ്മൾ ഡേറ്റ് എഴുതും, അതിനുശേഷം നമ്മൾ റെന്റ് എന്ന് എഴുതും, പർട്ടിക്കുലർസ് കോളത്തിൽ എഴുതും. അതിനുശേഷം നമ്മൾ എമൗണ്ട് കോളത്തിൽ നമ്മൾ ചെക്കാണ് കൊടുത്തത്, അതുകൊണ്ട് ബാങ്ക് കോളത്തിൽ നമ്മൾ 5000 രൂപ എന്ന് കാണിക്കും. ചെക്ക് നമ്മൾ ആ റെന്റ് കൊടുത്തത് എത്ര രൂപയാണോ ആ രൂപ നമ്മൾ ബാങ്ക് കോളത്തിൽ കാണിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. അപ്പൊ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും കൂട്ടുന്ന ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുക, റെക്കോർഡ് ചെയ്യുക. ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും കൂട്ടുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. ഇനി ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും കുറയ്ക്കുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുക. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും കൂട്ടുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും കുറയ്ക്കുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. അപ്പൊ നമുക്ക് ക്യാഷ് റെസിപ്റ്റ് ആയിക്കോട്ടെ ബാങ്ക് റെസിപ്റ്റ് ആയിക്കോട്ടെ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലും, ക്യാഷ് പേയ്മെന്റ് ആയിക്കോട്ടെ ബാങ്ക് പേയ്മെന്റ് ആയിക്കോട്ടെ അത് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യും. ഇനി ഡബിൾ കോളം ക്യാഷ് ബുക്കിനോട് അനുബന്ധിച്ച് നമ്മൾ വേറൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പഠിക്കാനുണ്ട്. അതാണ് കോൺട്രാ എൻട്രി. എന്താണ് കോൺട്രാ എൻട്രി? ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഒരേപോലെ എഫക്ട് ചെയ്യുന്ന ട്രാൻസാക്ഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺട്രാ എൻട്രി. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഒരേപോലെ എഫക്ട് ചെയ്യുന്ന, ഒരേപോലെ പ്രതിഫലിപ്പിക്കുന്ന ട്രാൻസാക്ഷനുകളെ, ഇടപാടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺട്രാ എൻട്രി അഥവാ കോൺട്രാ ട്രാൻസാക്ഷൻസ്. അപ്പോ അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ടും കോൺട്രാ എൻട്രികൾ 2 എണ്ണമാണുള്ളത്. ഒന്നാമതാണ് ക്യാഷ് ഓർ ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ക്യാഷ് ഓർ ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ബാങ്കിലേക്ക് ക്യാഷോ ചെക്കോ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും നമ്മൾ ഒരേപോലെ കാണിക്കും. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും നമ്മൾ ഒരേപോലെ കാണിക്കും. ക്യാഷോ ചെക്കോ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ.
ഉദാഹരണം 10/10/2020 ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ₹1000. ബാങ്കിലേക്ക് 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു 10-ാം തീയതി 10-ാം മാസം 2020 ബാങ്കിലേക്ക് 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വരുന്ന എൻട്രിയാണ്, ഒരേപോലെ വരുന്ന എൻട്രിയാണ്, ട്രാൻസാക്ഷൻ ആണ് കോൺട്രാ എൻട്രി. അപ്പോ ബാങ്കിലേക്ക് 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ്, ബിസിനസിന്റെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് കുറയാണ്, ബാങ്കിലുള്ള ബാലൻസ് കൂടുകയാണ്. ബാങ്കിലേക്ക് 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ബിസിനസിന്റെ കയ്യിലുള്ള ക്യാഷ് ഇൻ ഹാൻഡ്, ബിസിനസിന്റെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് കുറയാണ്, ബിസിനസിന്റെ ബാങ്ക് ബാലൻസ്, ക്യാഷ് അറ്റ് ബാങ്ക് ബാലൻസ് വർദ്ധിക്കുകയാണ് ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ ഇത് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഈ ഒരു ട്രാൻസാക്ഷൻ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും രേഖപ്പെടുത്തും. ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ബാലൻസ് കൂടുകയാണല്ലോ. ബാങ്ക് ബാലൻസ് കൂട്ടി കാണിക്കണമെങ്കിൽ നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ബാങ്ക് കോളത്തിൽ കാണിക്കണമോ ക്രെഡിറ്റ് സൈഡിലുള്ള ബാങ്ക് കോളത്തിൽ കാണിക്കണമോ? ഡെബിറ്റ് സൈഡിലുള്ള ബാങ്ക് കോളത്തിൽ കാണിക്കണ്ടേ? ഡെബിറ്റ് സൈഡിലുള്ള ബാങ്ക് കോളത്തിൽ കാണിക്കുക എന്നതിന്റെ അർത്ഥം എന്താ? ബാങ്കിലേക്ക് ക്യാഷ് റിസീവ് ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ബാങ്ക് കോളത്തിൽ കാണിക്കും. അതുപോലെ ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബിസിനസിന്റെ കയ്യിലുള്ള ക്യാഷ് കുറയാണല്ലോ. ബിസിനസിന്റെ കയ്യിലുള്ള ക്യാഷ് കുറച്ച് കാണിക്കണമെങ്കിൽ ക്യാഷ് എന്ന് പറയുന്ന എമൗണ്ട് കോളത്തിൽ കാണിക്കണം. ക്യാഷ് എന്ന് പറയുന്ന എമൗണ്ട് കോളം ഡെബിറ്റ് സൈഡിലുണ്ട്, ക്രെഡിറ്റ് സൈഡിലുമുണ്ട്. ഇനി ഡെബിറ്റ് സൈഡിലുള്ള ക്യാഷ് കോളത്തിൽ കാണിക്കണമോ അതോ ക്രെഡിറ്റ് സൈഡിലുള്ള ക്യാഷ് കോളത്തിൽ കാണിക്കണമോ എന്ന് നമ്മൾ അറിയണം. അപ്പൊ ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലുള്ള ക്യാഷ് കോളത്തിലാണ് കാണിക്കുക. കാരണം ക്രെഡിറ്റ് സൈഡിലുള്ള ക്യാഷ് കോളത്തിൽ കാണിച്ചാലാണ് ക്യാഷ് കൊടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് ക്യാഷ് ബാലൻസ് കുറയുള്ളൂ. ക്രെഡിറ്റ് സൈഡിലുള്ള ക്യാഷ് കോളത്തിൽ കാണിച്ചാലാണ് ക്യാഷ് ബാലൻസ് കുറയുള്ളൂ. അപ്പൊ ക്യാഷ് ബാലൻസ് കുറച്ച് കാണിക്കണമെങ്കിൽ നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിലുള്ള ക്യാഷ് കോളത്തിൽ കാണിക്കണം. കാരണം ഇവിടെ ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാണ്. അപ്പോൾ ബിസിനസിന്റെ കയ്യിലുള്ള ക്യാഷ് കുറയാണ്, ക്യാഷ് ബാലൻസ് കുറയാണ്. ക്യാഷ് ബാലൻസ് കുറച്ച് കാണിക്കണമെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിലുള്ള ക്യാഷ് കോളത്തിൽ കാണിക്കണം. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷൻ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഇത് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ആദ്യം നമുക്ക് ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാം. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലെ ഡേറ്റ് കോളത്തിൽ നമ്മൾ എഴുതും 10/10/2020. ഇനി ഏത് കോളത്തിൽ, ഡെബിറ്റ് സൈഡിൽ ഏത് കോളത്തിലാണ് കാണിക്കേണ്ടത്? ബാങ്ക് കോളത്തിലാണ്. കാരണം ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ അർത്ഥം. അപ്പൊ പർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. RN കോളത്തിൽ നമ്മൾ റെസീപ്റ്റ് നമ്പർ എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ ഒന്നും റെക്കോർഡ് ചെയ്യില്ല. LF കോളത്തിൽ നമ്മൾ C എന്ന് അടയാളപ്പെടുത്തും. C കോൺട്രാ എൻട്രിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അക്ഷരമാണ് C എന്ന ടേം. C എന്ന് അടയാളപ്പെടുത്തും LF കോളത്തിൽ. എന്നിട്ട് നമ്മൾ ബാങ്ക് കോളത്തിൽ എത്ര രൂപയാണോ നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തത് ആ തുക നമ്മൾ ബാങ്ക് കോളത്തിൽ കാണിക്കും. 1000 രൂപ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇനി ഇതിന്റെ നേരെ തന്നെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലും കാണിക്കും. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിലും കാണിക്കും. ക്രെഡിറ്റ് സൈഡിലുള്ള ഡേറ്റ് കോളത്തിൽ നമ്മൾ ഡേറ്റ് എഴുതും. സെയിം ഡേറ്റ് 10/10/2020. ഇനി പർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ എഴുതണം. ഡെബിറ്റ് സൈഡിലെ പർട്ടിക്കുലർ കോളത്തിൽ ക്യാഷ് ആണ് എഴുതിയതെങ്കിൽ ക്രെഡിറ്റ് സൈഡിലെ പർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ ബാങ്ക് എഴുതണം. അതിനുശേഷം വരുന്ന കോളമാണ് VN, വൗച്ചർ നമ്പർ. വൗച്ചർ നമ്പർ എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ ഒന്നും റെക്കോർഡ് ചെയ്യില്ല. ഇനി വരുന്നതാണ് LF. LF കോളത്തിൽ നമ്മൾ കോൺട്രാ എൻട്രി ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് C എന്ന് അടയാളപ്പെടുത്തും. എന്നിട്ട് നമ്മൾ ക്യാഷ് കോളത്തിൽ കാണിക്കോ ബാങ്ക് കോളത്തിൽ കാണിക്കോ? ക്യാഷ് കോളത്തിൽ കാണിക്കും നമ്മൾ. കാരണം നമ്മൾ ബാങ്കിലേക്ക് ക്യാഷ് അങ്ങോട്ട് കൊടുത്തതാണല്ലോ, ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്താണല്ലോ, കയ്യിലെ ക്യാഷ് കുറയാണല്ലോ, ക്യാഷ് ഇൻ ഹാൻഡ് കുറയാണല്ലോ. ക്യാഷ് ഇൻ ഹാൻഡ് കുറച്ച് കാണിക്കണമെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിലുള്ള ക്യാഷ് കോളത്തിൽ കാണിക്കണം. അതുകൊണ്ട് ക്യാഷ് കോളത്തിൽ നമ്മൾ 1000 എഴുതും. അപ്പൊ ഇങ്ങനെയാണ് ഒന്നാമത്തെ ഒരു കോൺട്രാ എൻട്രി ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യൽ ഇങ്ങനെയാണ്.
അപ്പോൾ ഒന്നാമത്തെ കോൺട്രാ എൻട്രി എന്താ? ക്യാഷ് ഓർ ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ക്യാഷോ അല്ലെങ്കിൽ ചെക്ക് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ അത് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഒരേപോലെ നമ്മൾ കാണിക്കും. ഇനി രണ്ടാമത്തെ കോൺട്രാ എൻട്രി ആണ് വിഡ്രോവൽ ഫ്രം ബാങ്ക് ഫോർ ബിസിനസ് യൂസ് ഓർ ഓഫീസ് യൂസ്. ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓഫീസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചാൽ അതിനെ ഒരു കോൺട്രാ എൻട്രി ആയിട്ടാണ് കണക്കാക്കൽ. ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഫോർ ബിസിനസ് യൂസ്, ഫോർ ഓഫീസ് യൂസ് എന്ന് പറഞ്ഞാൽ മാത്രം അത് കോൺട്രാ എൻട്രി ആവുള്ളൂ. അപ്പൊ ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓഫീസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചാൽ അതിനെ നമ്മൾ ഒരു കോൺട്രാ എൻട്രി ആയിട്ടാണ് കണക്കാക്കൽ. ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും പണം പിൻവലിക്കുമ്പോൾ ബാങ്കിലുള്ള ബാലൻസ് കുറയുന്നു, കയ്യിലുള്ള ക്യാഷ് ബാലൻസ് കൂടുന്നു. ക്യാഷ് അറ്റ് ബാങ്ക് കുറയുന്നു, ക്യാഷ് ഇൻ ഹാൻഡ് കൂടുന്നു. അപ്പോ ബാങ്കിൽ നിന്നും ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം പിൻവലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബാങ്ക് ബാലൻസ് കുറയുന്നു, ക്യാഷ് ബാലൻസ് കൂടുന്നു. ബാങ്ക് ബാലൻസ് കുറച്ച് കാണിക്കണമെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഏത് എമൗണ്ട് കോളത്തിൽ കാണിക്കണം? നമ്മൾ ബാങ്ക് കോളത്തിൽ കാണിക്കണം. ഇനി ബാങ്ക് കോളം ഡെബിറ്റ് സൈഡിലും ഉണ്ടല്ലോ, ക്രെഡിറ്റ് സൈഡിലും ഉണ്ടല്ലോ. ഡെബിറ്റ് സൈഡിലുള്ള ബാങ്ക് കോളത്തിൽ കാണിക്കോ, ക്രെഡിറ്റ് സൈഡിലുള്ള ബാങ്ക് കോളത്തിൽ നമ്മൾ കാണിക്കോ? ബാങ്കിൽ നിന്ന് വിഡ്രോ നടത്തുമ്പോൾ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലുള്ള ബാങ്ക് കോളത്തിലാണ് കാണിക്കുക. ക്രെഡിറ്റ് സൈഡിലുള്ള ബാങ്ക് കോളത്തിൽ കാണിക്കുമ്പോഴാണ് ബാങ്കിൽ നിന്നും പണം കുറഞ്ഞിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ വരികയുള്ളൂ. ഇനി ബാങ്കിൽ നിന്നും ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം പിൻവലിക്കുമ്പോൾ ബിസിനസിന്റെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് കൂടുമല്ലോ, ക്യാഷ് ഇൻ ഹാൻഡ് വർദ്ധിക്കുകയാണല്ലോ ചെയ്യുക. ബിസിനസിന്റെ കയ്യിലുള്ള ക്യാഷ് അഥവാ ക്യാഷ് ബാലൻസ്, ക്യാഷ് ഇൻ ഹാൻഡിന്റെ ബാലൻസ് കൂടുന്നു എന്ന് കാണിക്കണമെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഏത് എമൗണ്ട് കോളത്തിൽ കാണിക്കണം? ക്യാഷ് കോളത്തിലോ ബാങ്ക് കോളത്തിലോ? ക്യാഷ് കോളത്തിൽ. ക്യാഷ് കോളം രണ്ട് സൈഡിലും ഉണ്ടല്ലോ, ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഉണ്ടല്ലോ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ. അപ്പൊ ഡെബിറ്റ് സൈഡിലുള്ള ക്യാഷ് കോളത്തിൽ കാണിക്കോ, ക്രെഡിറ്റ് സൈഡിലുള്ള ക്യാഷ് കോളത്തിൽ കാണിക്കോ? കയ്യിലുള്ള ക്യാഷ് കൂടി എന്ന് കാണിക്കണമെങ്കിൽ അത് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ക്യാഷ് കോളത്തിലാണ് കാണിക്കുക. ഉദാഹരണം 12/10/2020 ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് ₹500. ഓഫീസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഥവാ ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും 500 രൂപ പിൻവലിച്ചു. ഇതൊരു കോൺട്രാ എൻട്രി ആണ്. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഒരേപോലെ എഫക്ട് ചെയ്യുന്ന, ഒരേപോലെ കാണിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ്, ഒരു ഇടപാടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് 12-ാം തീയതി 10-ാം മാസം 2020 500 രൂപ ബാങ്കിൽ നിന്നും പിൻവലിച്ചു. ഇത് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും കാണിക്കും. ഇനി ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഏത് കോളത്തിലാണ് കാണിക്കുക? ക്യാഷ് കോളത്തിലാണ് കാണിക്കുക. ക്രെഡിറ്റ് സൈഡിലോ നമ്മൾ ബാങ്ക് കോളത്തിലാണ് കാണിക്കുക. അതുകൊണ്ട് ആദ്യം നമ്മൾ ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് എഴുതണം. ഡെബിറ്റ് സൈഡിലെ ഡേറ്റ് കോളത്തിൽ നമ്മൾ എഴുതും 12/10/2020 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പർട്ടിക്കുലർ കോളത്തിൽ ബാങ്ക് എന്ന് എഴുതും, ബാങ്ക്. എന്നിട്ട് നമ്മൾ LF കോളത്തിൽ C എന്ന് അടയാളപ്പെടുത്തും. കോൺട്രാ എൻട്രി ആണ്, അത് മനസ്സിലാക്കാനാണ് C എന്ന് അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് നമ്മൾ ക്യാഷ് കോളത്തിൽ എത്ര രൂപയാണോ നമ്മൾ ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും പിൻവലിച്ചത്, ആ തുക, ആ എമൗണ്ട് നമ്മൾ ക്യാഷ് കോളത്തിൽ കാണിക്കും. ഇവിടെ 500 രൂപയാണ് പിൻവലിച്ചത്, ആ 500 രൂപ നമ്മൾ ക്യാഷ് കോളത്തിൽ കാണിക്കും. ഇനി ക്രെഡിറ്റ് സൈഡിലും കാണിക്കണമല്ലോ. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ബാങ്ക് കോളത്തിൽ കാണിക്കണമല്ലോ. കാരണം ബാങ്കിൽ നിന്നും പണം പിൻവലിക്കുമ്പോൾ ബാങ്കിലെ ക്യാഷ്, ബാങ്കിലെ ബാലൻസ് കുറയാണല്ലോ. ബാങ്കിലെ ബാലൻസ് കുറച്ച് നമ്മൾ കാണിക്കണമല്ലോ. അപ്പൊ ഇത് നമ്മൾ ഈ ഇടപാട് എഴുതിയതിന്റെ നേരെ ഡേറ്റ് കോളത്തിൽ, ക്രെഡിറ്റ് സൈഡിലുള്ള ഡേറ്റ് കോളത്തിൽ നമ്മൾ എഴുതും സെയിം ഡേറ്റ് 12/10/2020. ഡെബിറ്റ് സൈഡിലെ പർട്ടിക്കുലർ കോളത്തിൽ ബാങ്ക് എന്നാണ് എഴുതിയതെങ്കിൽ ക്രെഡിറ്റ് സൈഡിലെ പർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞ് കാണിക്കും. LF കോളത്തിൽ നമ്മൾ C എന്ന് അടയാളപ്പെടുത്തും. ഇതൊരു കോൺട്രാ എൻട്രി ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് C എന്ന് അടയാളപ്പെടുത്തും. ഇനി ഡെബിറ്റ് സൈഡിൽ നമ്മൾ ക്യാഷ് കോളത്തിലാണ്
ബാങ്ക് എന്ന് എഴുതിയിട്ട് ക്യാഷ് കോളത്തിലാണ് അടയാളപ്പെടുത്തിയതെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതും? ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഏത് കോളത്തിൽ അടയാളപ്പെടുത്തേണ്ടത്? ബാങ്ക് കോളത്തിലാണ് 500 രൂപ അടയാളപ്പെടുത്തേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് കോൺട്രാ എൻട്രികൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ അടയാളപ്പെടുത്തുക, റെക്കോർഡ് ചെയ്യുക, രേഖപ്പെടുത്തുക. അപ്പോ ഈ കോൺട്രാ എൻട്രിയെ കുറിച്ച് നിങ്ങൾ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഈ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കോൺട്രാ എൻട്രിയെ കുറിച്ച് ഒരു ധാരണ വരുത്തേണ്ടതുണ്ട്. ഇനി ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി നമ്മൾ പഠിച്ചിരിക്കണം. ട്രീറ്റ്മെന്റ് ഓഫ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. ബാങ്കിങ് ഇടപാടുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതും കൂടി നമ്മൾ പഠിച്ചിരിക്കണം. ഉദാഹരണം, ഒരു ബാങ്കിങ് ട്രാൻസാക്ഷന് ഒരു ഉദാഹരണമാണ്. ഒരു കസ്റ്റമർ നമുക്ക് തരാനുള്ള പണം ഫണ്ട് ട്രാൻസ്ഫർ വഴി നമ്മുടെ ബാങ്കിലേക്ക് അയച്ചു. നെഫ്റ്റോ അല്ലെങ്കിൽ RTGS യൂസ് ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമർ നമ്മൾക്ക് നേരിട്ട് നമ്മുടെ കയ്യിലേക്ക് പണം തരുന്നതിന് പകരം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, ബിസിനസിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തു. നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോ നമ്മുടെ ബിസിനസിന്റെ ബാങ്ക് ബാലൻസ് കൂടുമല്ലോ. കസ്റ്റമർ നമ്മുടെ ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ നടത്തുമ്പോൾ ബിസിനസിന്റെ ബാങ്ക് ബാലൻസ് കൂടുമല്ലോ. അപ്പൊ ഇത് എവിടെ റെക്കോർഡ് ചെയ്യുക? ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ബാങ്ക് കോളത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ആ കസ്റ്റമർ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ നടത്തിയ ഡേറ്റ് നമ്മൾ ഡേറ്റ് കോളത്തിൽ എഴുതും, ഡെബിറ്റ് സൈഡിലെ ഡേറ്റ് കോളത്തിൽ എഴുതും. ആരാണോ ഏത് കസ്റ്റമർ ആണോ നമുക്ക് പണം അയച്ചു തന്നത്, ആ കസ്റ്റമറിന്റെ പേര് നമ്മൾ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതും. എമൗണ്ട് നമ്മൾ എവിടെ കാണിക്കുക? ക്യാഷ് കോളത്തിലോ ബാങ്ക് കോളത്തിലോ? ബാങ്ക് കോളത്തിലാണ്. കാരണം കസ്റ്റമർ നമ്മുടെ ബാങ്കിലേക്കാണ് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ഡയറക്റ്റ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ബാങ്കിങ് ട്രാൻസാക്ഷനുമായി മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, ഒരു കസ്റ്റമർ നമുക്ക് ചെക്ക് തന്നു. ആ കസ്റ്റമർ ചെക്ക് തന്ന ദിവസം തന്നെ ആ ചെക്ക് നമ്മൾ പണമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ബാങ്കിലേക്ക് കളക്ഷൻ അയച്ചു. ഉദാഹരണം, 15-ാം തീയതി ഒരു കസ്റ്റമർ നമുക്ക് ഒരു ചെക്ക് തന്നു. ഈ ചെക്ക് 15-ാം തീയതി തന്നെ ഞാൻ ബാങ്കിലേക്ക് പണമാക്കി മാറ്റാൻ അയച്ചു കൊടുത്താൽ ഇത് ഞാൻ എൻ്റെ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്യാഷ് കോളത്തിലല്ല, ബാങ്ക് കോളത്തിലാണ് റെക്കോർഡ് ചെയ്യുക. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളത്തിൽ, ഡെബിറ്റ് സൈഡിലുള്ള ബാങ്ക് കോളത്തിൽ ഞാൻ റെക്കോർഡ് ചെയ്യും. ഇനി ഈ വേറൊരു കസ്റ്റമർ, നമ്മുടെ ഒരു ബിസിനസിന്റെ വേറൊരു കസ്റ്റമർ 18-ാം തീയതി നമുക്കൊരു ചെക്ക് തന്നു. 18-ാം തീയതി ഒരു ചെക്ക് തന്നു. ആ ചെക്ക് നമ്മൾ 18-ാം തീയതി തന്നെ ബാങ്കിലേക്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല. ആ 18-ാം തീയതി തന്നെ ആ ചെക്ക് നമ്മൾ പണമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ബാങ്കിലേക്ക് അയക്കുന്നില്ല, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല. പകരം 20-ാം തീയതിയോ അല്ലെങ്കിൽ 18 കഴിഞ്ഞിട്ടുള്ള മറ്റേത് ദിവസങ്ങളിലോ ആണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ, ആ ചെക്ക് ബാങ്കിലേക്ക് പണമാക്കി മാറ്റാൻ കൊടുക്കുന്നതെങ്കിൽ, 18-ാം തീയതി ഈ കസ്റ്റമർ ചെക്ക് തരുമ്പോൾ അത് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തുക. 18-ാം തീയതി ഒരു കസ്റ്റമർ നമുക്ക് ചെക്ക് തന്നാൽ ആ ചെക്ക് നമ്മൾ 18-ാം തീയതി റെക്കോർഡ് ബാങ്കിലേക്ക് അയക്കുന്നില്ല എങ്കിൽ, ഒരു കസ്റ്റമർ നമുക്ക് 18-ാം തീയതി ചെക്ക് തരുമ്പോൾ അതിന് ആ സെയിം ഡേറ്റിൽ തന്നെ നമ്മൾ ആ ബാങ്കിലേക്ക് കളക്ഷൻ അയക്കുന്നില്ല, ആ ചെക്ക് പണമാക്കി മാറ്റാൻ അയക്കുന്നില്ല എങ്കിൽ, നമ്മൾ 18-ാം തീയതിയിലെ ആ ഇടപാട്, 18-ാം തീയതി ഒരു കസ്റ്റമർ നമുക്ക് ചെക്ക് തരുമ്പോൾ അത് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ഇനി ഡെബിറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിലല്ല, ക്യാഷ് കോളത്തിലാണ് നമ്മൾ അടയാളപ്പെടുത്തുക. കസ്റ്റമർ എത്ര രൂപയുടെ ചെക്കാണോ തന്നത് അത് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളത്തിലല്ല, ക്യാഷ് കോളത്തിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ആ ചെക്ക് 18-ാം തീയതി തന്നെ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ 18-ാം തീയതി തന്നെ ആ ചെക്ക് പണമാക്കി മാറ്റാൻ ബാങ്കിലേക്ക് അയച്ചിട്ടില്ല എങ്കിൽ, അത് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലെ ബാങ്ക് കോളത്തിലല്ല, ക്യാഷ് കോളത്തിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇനി 18-ാം തീയതി ആ കസ്റ്റമർ തന്നിരുന്ന ചെക്ക് അതേ ദിവസം തന്നെ ബാങ്കിലേക്ക് കളക്ഷന് അയച്ചിരുന്നുവെങ്കിൽ അത് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്യാഷ് എമൗണ്ട് കോളത്തിലല്ല, ക്യാഷ് കോളത്തിലല്ല നമ്മൾ കാണിക്കുക, ബാങ്ക് കോളത്തിലാണ് കാണിക്കുക.
ഇത് 18-ാം തീയതി കസ്റ്റമർ തന്ന ചെക്ക് അന്ന് തന്നെ നമ്മൾ ബാങ്കിലേക്ക് കളക്ഷൻ അയച്ചിട്ടില്ല എങ്കിലാണ് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്യാഷ് കോളത്തിൽ കാണിക്കുക. ഇനി ഈ 18-ാം തീയതി കസ്റ്റമർ തന്ന ചെക്ക് നമ്മൾ 18-ാം തീയതി ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ക്യാഷ് കോളത്തിൽ കാണിച്ചു. ഇനി നമ്മൾ ഒരു 23-ാം തീയതി ഈ 18-ാം തീയതി കസ്റ്റമർ തന്നിരുന്ന ചെക്ക് 23-ാം തീയതി കൊണ്ടുപോയിട്ട് നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ്. സെയിം ഡേറ്റിനല്ല ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. 18-ാം തീയതി കസ്റ്റമർ തന്ന ചെക്ക് നമ്മൾ 23-ാം തീയതിയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കോൺട്രാ എൻട്രി ആയിട്ട് നമ്മൾ കണക്കാക്കണം. ഇത് കോൺട്രാ എൻട്രി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പൊ 18-ാം തീയതി കസ്റ്റമർ നമുക്ക് തന്ന ചെക്ക് 23-ാം തീയതി ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലും കാണിക്കും, ക്രെഡിറ്റ് സൈഡിലും കാണിക്കും. അതൊരു കോൺട്രാ എൻട്രി ആയി മാറും. ഇനി 18-ാം തീയതി കസ്റ്റമർ തന്ന ചെക്ക് 23-ാം തീയതി ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ബാങ്ക് കോളത്തിൽ കാണിക്കും, ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിലുള്ള ക്യാഷ് കോളത്തിൽ കാണിക്കും. അപ്പൊ ഈ കസ്റ്റമർ 23-ാം തീയതി തന്ന ചെക്ക് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ബാങ്ക് കോളത്തിലും കാണിക്കും, ക്രെഡിറ്റ് സൈഡിലുള്ള ക്യാഷ് കോളത്തിലും കാണിക്കും. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഈ ഇടപാട്, ഈ കസ്റ്റമറുടെ ചെക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ഡേറ്റ് ആയ 23/10/2020 എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യും. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് കോളത്തിൽ നമ്മൾ എമൗണ്ട് കാണിക്കും. ഇനി ക്രെഡിറ്റ് സൈഡിലും ഇതേപോലെ തന്നെ റെക്കോർഡ് ചെയ്യും. ഡേറ്റ് കോളത്തിൽ നേരെ തന്നെ 23/10/2020 എന്ന് എഴുതിയിട്ട് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ എന്താ കാണിക്കുക, ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് കോളത്തിൽ നമ്മൾ എമൗണ്ട് കാണിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ബാങ്ക് ട്രാൻസാക്ഷൻസ് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക. അപ്പൊ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യേണ്ടത് ഒന്നും കൂടി വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇനി നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെ കണ്ടെത്തും എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യുക എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഒരു ഫോർമാറ്റ് വരച്ചു വെച്ചിട്ടുണ്ട്. ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, RN, LF, ക്യാഷ്, ബാങ്ക്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, VN, LF, ക്യാഷ്, ബാങ്ക്. നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് ഈ ചോദ്യത്തിന്റെ ഉത്തരമായി വരച്ചു വെച്ചതിന് ശേഷം ഇനി ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷനുകൾ നമ്മൾ രേഖപ്പെടുത്തലാണ് രണ്ടാമത് ചെയ്യേണ്ട കാര്യം. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഒക്ടോബർ 1-ാം തീയതി ക്യാഷ് ഇൻ ഹാൻഡും ഒക്ടോബർ 1-ാം തീയതി തന്നെ ക്യാഷ് അറ്റ് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാലൻസ് ബ്രോഡൗൺ ആണ്. ക്യാഷിന്റെയും ബാങ്കിന്റെയും ബാലൻസ് ബ്രോഡൗൺ ആണ് ഈ ഒക്ടോബർ 1-ാം തീയതിയിലെ ബാലൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതണം, ഡേറ്റ് കോളത്തിൽ ആദ്യം എഴുതും 1/10 എന്ന് എഴുതും. അതിനുശേഷം പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ ബാലൻസ് B/D, ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് കോളത്തിലും കാണിക്കും, ബാങ്ക് കോളത്തിൽ കാണിക്കും. ക്യാഷ് ഇൻ ഹാൻഡിന്റെ ബാലൻസ് ബ്രോഡൗൺ 40,000 ആണ്. അതുകൊണ്ട് ക്യാഷ് കോളത്തിൽ നമ്മൾ 40,000 എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ബാങ്കിന്റെ ബാലൻസ് 25,000 ആണ് ബ്രോഡൗൺ. അതുകൊണ്ട് നമ്മൾ 25,000 എന്ന് പറഞ്ഞിട്ട് ബാങ്ക് കോളത്തിലും കാണിക്കും. ഇനി ഈ ക്വസ്റ്റ്യനിൽ നടക്കുന്ന രണ്ടാമത്തെ ഇടപാട് ബാലൻസ് ബ്രോഡൗൺ ക്യാഷ് ഇൻ ഹാൻഡിന്റെയും ക്യാഷ് അറ്റ് ബാങ്കിന്റെയും എഴുതി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താ ട്രാൻസാക്ഷൻ? ഒക്ടോബർ 2-ാം തീയതി പർച്ചേസ്ഡ് ഗുഡ്സ്, സാധനങ്ങൾ മേടിച്ചു. സാധനങ്ങൾ മേടിക്കുമ്പോൾ, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് പേയ്മെന്റ് ആണല്ലോ, പണം അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമല്ലോ, പേയ്മെന്റ് ആണല്ലോ. പേയ്മെന്റുകൾ നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലാണോ ക്രെഡിറ്റ് സൈഡിലാണോ നമ്മൾ റെക്കോർഡ് ചെയ്യുക? ക്രെഡിറ്റ് സൈഡിലാണ്. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലെ ഡേറ്റ് കോളത്തിൽ നമ്മൾ ഡേറ്റ് എഴുതണം 2/10. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക, പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇനി നമ്മളോട് സാധനം മേടിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ക്യാഷ് ആണോ ചെക്കാണോ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാത്തത് കൊണ്ട് നമ്മൾ അത് ക്യാഷ് കോളത്തിൽ റെക്കോർഡ് ചെയ്യണം. എത്ര രൂപയ്ക്ക് വാങ്ങിയത്? 20,000 രൂപ. ആ 20,000 രൂപ നമ്മൾ ക്യാഷ് കോളത്തിൽ എഴുതും, 20,000 രൂപ. ഇനി അടുത്തത് വരുന്നത് 4-ാം തീയതിയാണ് ഇടപാട് വരുന്നത്.
4-ാം തീയതി എന്താ, റെന്റ് പെയ്ഡ് ബൈ ചെക്ക്, വാടക കൊടുത്തു. വാടക കൊടുത്തപ്പോ ക്യാഷ് അല്ല കൊടുത്തത്, ചെക്കാണ് കൊടുത്തത്. അപ്പൊ റെന്റ് പെയ്ഡ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ പേയ്മെന്റ് ആണ്. പേയ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി ക്യാഷ് കോളത്തിലാണോ ബാങ്ക് കോളത്തിലാണോ റെക്കോർഡ് ചെയ്യുക എന്ന് നമ്മൾ അറിയണം. ഇത് ബാങ്ക് കോളത്തിലാണ് റെക്കോർഡ് ചെയ്യുക. കാരണം ഇവിടെ വാടക കൊടുത്തത് ചെക്കായിട്ടാണ്, ചെക്ക് ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ട് ബാങ്ക് കോളത്തിലാണ് കാണിക്കുക. അപ്പൊ ഈ ട്രാൻസാക്ഷൻ നടക്കുന്ന ഡേറ്റ് 4-ാം തീയതിയാണ്. അതുകൊണ്ട് നമ്മൾ ഡേറ്റ് കോളത്തിൽ എഴുതും 4/10 എന്ന് പറഞ്ഞിട്ട്, റെന്റ് എന്ന് പറഞ്ഞിട്ട് പർട്ടിക്കുലർ കോളത്തിൽ എഴുതും, റെന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതും. എമൗണ്ട് 4000 രൂപയാണ്, അത് നമ്മൾ ബാങ്ക് കോളത്തിലാണ് കാണിക്കുക. 4000 രൂപ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാങ്ക് കോളത്തിൽ കാണിക്കും. ഇനി അടുത്ത ഇടപാട് 5-ാം തീയതിയാണ്. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. ഇതൊരു കോൺട്രാ എൻട്രി ആണ്. നമ്മൾ കോൺട്രാ എൻട്രിയെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ കോൺട്രാ എൻട്രി ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പൊ ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിലെ ബാലൻസ് കൂടുകയാണല്ലോ. ബാങ്കിലെ ബാലൻസ് കൂട്ടി കാണിക്കണമെങ്കിൽ നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ബാങ്ക് കോളത്തിൽ കാണിക്കണം. ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ്, അതായത് കയ്യിലുള്ള ക്യാഷ് കുറയുമല്ലോ. കയ്യിലുള്ള ക്യാഷ് കുറച്ച് കാണിക്കണമെങ്കിൽ, ക്യാഷ് ഇൻ ഹാൻഡ് കുറച്ച് കാണിക്കണമെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിലുള്ള ക്യാഷ് കോളത്തിൽ കാണിക്കണം. ആദ്യം നമ്മൾക്ക് ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാം. ഡെബിറ്റ് സൈഡിൽ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് ഡേറ്റ് എഴുതും 5/10. അപ്പോൾ ബാങ്ക് കോളത്തിലാണ് കാണിക്കേണ്ടത്. ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലെ ബാങ്ക് കോളത്തിലാണ് കാണിക്കേണ്ടത്. അതുകൊണ്ട് പർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. LF കോളത്തിൽ നമ്മൾ ഇത് കോൺട്രാ ആണ്, അതുകൊണ്ട് C എന്ന് അടയാളപ്പെടുത്തും. എന്നിട്ട് നമ്മൾ ബാങ്ക് കോളത്തിൽ കാണിക്കും. എത്രയാ കാണിക്കുക? ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുക 10,000 രൂപയാണ്, 10,000 ആണ്. അത് ബാങ്ക് കോളത്തിൽ കാണിച്ചു. ഇനി ഇതന്നെ നമ്മൾ കോൺട്രാ എൻട്രി ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലും കാണിക്കണം. സെയിം ഡേറ്റ് എഴുതും 5/10. ഡെബിറ്റ് സൈഡിലെ പർട്ടിക്കുലർ കോളത്തിൽ ക്യാഷ് ആണ് എഴുതിയതെങ്കിൽ ക്രെഡിറ്റ് സൈഡിലെ പർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ എന്ത് എഴുതണം? ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഇനി അത് ഏത് കോൺട്രാ എൻട്രി ആയതുകൊണ്ട് LF കോളത്തിൽ C എന്ന് അടയാളപ്പെടുത്തി നമ്മൾ C എന്ന് എഴുതി. ഇനി ഡെബിറ്റ് സൈഡിലെ ബാങ്ക് കോളത്തിലാണ് കാണിച്ചതെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് കോളത്തിലാണ് കാണിക്കേണ്ടത്? ക്യാഷ് കോളത്തിലാണ് കാണിക്കേണ്ടത്. സെയിം എമൗണ്ട് 10,000. എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡിലെ ക്യാഷ് കോളത്തിൽ കാണിച്ചത്? കാരണം ബാങ്കിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കയ്യിലുള്ള ക്യാഷ് കുറയല്ലോ. കയ്യിലുള്ള ക്യാഷ് കുറച്ച് കാണിക്കണമെങ്കിൽ, കയ്യിലുള്ള ക്യാഷ് കുറയുന്നു എന്ന് പറയുമ്പോൾ അത് ഇവിടെ കാണിക്കേണ്ടത് ക്രെഡിറ്റ് സൈഡിലുള്ള ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിലുള്ള ക്യാഷ് കോളത്തിലാണ് കാണിക്കേണ്ടത്. അതുകൊണ്ട് ക്യാഷ് എമൗണ്ട് കോളത്തിൽ നമ്മൾ 10,000 രൂപ കാണിച്ചു. ഇനി അടുത്ത ഇടപാട് രേഖപ്പെടുത്തണം. അടുത്ത ഇടപാട് വരുന്നത് 10-ാം തീയതിയാണ്. ഒക്ടോബർ 10-ാം തീയതി. പർച്ചേസ്ഡ് മിഷനറി ബൈ ചെക്ക്. മിഷനറി വാങ്ങി. നമ്മൾ മിഷനറി വാങ്ങിയപ്പോൾ ക്യാഷ് അല്ല കൊടുത്തത്, ചെക്കാണ് കൊടുത്തത്. മിഷനറി വാങ്ങുമ്പോൾ പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം അത് പേയ്മെന്റ് ആയിരിക്കും. പേയ്മെന്റ് ആണ്. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് പണം കൊടുക്കണമല്ലോ, അത് പേയ്മെന്റ് ആണ്. പേയ്മെന്റ് ആയതുകൊണ്ട് തന്നെ അത് എവിടെ റെക്കോർഡ് ചെയ്യും? ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. ഇനി ഏത് കോളത്തിലാണ് റെക്കോർഡ് ചെയ്യാൻ നമുക്ക് അറിയണം. ക്യാഷ് കോളത്തിലാണോ ബാങ്ക് കോളത്തിലാണോ? മിഷനറി വാങ്ങിയപ്പോൾ ചെക്കാണ് കൊടുത്തത്, അതുകൊണ്ട് ഏത് കോളത്തിലാണ് കാണിക്കേണ്ടത്? ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിലുള്ള ബാങ്ക് കോളത്തിലാണ് കാണിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഇടപാടിന്റെ ഡേറ്റ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലുള്ള ഡേറ്റ് കോളത്തിൽ എഴുതും. എന്താണ് ഡേറ്റ് നടക്കുന്നത്? 10-ാം തീയതിയാണ്. 10/10 എന്ന് എഴുതും. എന്താണ് വാങ്ങിയത്? മിഷനറി ആണ്. അതുകൊണ്ട് മിഷനറി എന്ന് പറഞ്ഞിട്ട് പർട്ടിക്കുലർ കോളത്തിൽ എഴുതും. നമ്മൾ മിഷനറി എന്ന് പറഞ്ഞിട്ട് പർട്ടിക്കുലർ കോളത്തിൽ എഴുതും. എന്നിട്ട് എമൗണ്ട് നമ്മൾ ബാങ്ക് കോളത്തിലാണ് കാണിക്കുക. കാരണം ഇവിടെ ചെക്കാണ് കൊടുത്തത്, അതുകൊണ്ട് ബാങ്ക് കോളത്തിൽ നമ്മൾ 15,000 രൂപ കാണിക്കും. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്നാ നടക്കുന്നത്? 12-ാം തീയതിയാണ്. സോൾഡ് ഗുഡ്സ് ആൻഡ് ദ കസ്റ്റമർ ഡെപ്പോസിറ്റഡ് ദ എമൗണ്ട് ഇൻ ടു ബാങ്ക്. നമ്മൾ കസ്റ്റമർക്ക് സാധനങ്ങൾ കൊടുത്തു, സാധനങ്ങൾ വിറ്റു. അങ്ങനെ കസ്റ്റമർക്ക് സാധനം വിറ്റപ്പോൾ കസ്റ്റമർ നമ്മുടെ കയ്യിൽ നേരിട്ട് പണം തന്നില്ല, പകരം നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു തന്നു. അപ്പൊ കസ്റ്റമർ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു തന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ട്, അതായത് ബാങ്ക് ബാലൻസ് കൂടുക എന്നാണല്ലോ അർത്ഥം. ബാങ്ക് ബാലൻസ് കൂട്ടി കാണിക്കണമെങ്കിൽ നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഏത് സൈഡിലാണ് കാണിക്കേണ്ടത്? ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ബാങ്ക് എന്ന് പറയുന്ന കോളത്തിലാണ് കാണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡേറ്റ് എഴുതും. ഡേറ്റ് കോളത്തിൽ നമ്മൾ ഡേറ്റ് എഴുതും
10 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡേറ്റ് എഴുതും. 12/10 എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് എഴുതും. എന്നിട്ട് നമ്മൾ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ബാങ്ക് കോളത്തിൽ നമ്മൾ 12,000 രൂപ കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് 12-ാം തീയതിയിലെ ട്രാൻസാക്ഷന് നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഇനി വരുന്ന അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്? 22-ാം തീയതിയാണ്. ക്യാഷ് വിഡ്രോൺ ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം പിൻവലിച്ചു. ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചു ഓഫീസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതും ഒരു കോൺട്രാ എൻട്രി ആണ്. നമ്മൾ കോൺട്രാ എൻട്രിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ രണ്ടാമത്തെ കോൺട്രാ എൻട്രി ആയിട്ട് എന്താ പറയുന്നത്? ക്യാഷ് ഓർ ചെക്ക് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ബിസിനസ് യൂസ്. ഒന്നാമത്തെ കോൺട്രാ എൻട്രി ആയിരുന്നു ക്യാഷ് ഓർ ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. രണ്ടാമത്തെ കോൺട്രാ എൻട്രി എന്തായിരുന്നു? വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ബിസിനസ് യൂസ് ഓർ ഓഫീസ് യൂസ്. ഓഫീസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 22-ാം തീയതിയിലെ ഇടപാട് കോൺട്രാ എൻട്രി ആണ്. അതുകൊണ്ട് ഈ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എഴുതണം. ആദ്യം നമുക്ക് ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഈ ട്രാൻസാക്ഷന്റെ ഡേറ്റ് നമ്മൾ ഡേറ്റ് കോളത്തിൽ എഴുതും 22/10. അപ്പോൾ ബാങ്കിൽ നിന്നും പണം പിൻവലിക്കുമ്പോൾ, ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം പിൻവലിക്കുമ്പോൾ ബിസിനസിന്റെ കയ്യിലുള്ള ക്യാഷ് കൂടുകയാണല്ലോ അർത്ഥം. അപ്പോ ബിസിനസിന്റെ കയ്യിലുള്ള ക്യാഷ് ഇൻ ഹാൻഡ് കൂടുകയാണെന്ന് അർത്ഥം. ക്യാഷ് ഇൻ ഹാൻഡ് കൂട്ടി കാണിക്കണമെങ്കിൽ അത് എവിടെ എഴുതണം? ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ക്യാഷ് കോളത്തിൽ കാണിക്കണം. അതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതും ബാങ്ക് എന്ന് പറഞ്ഞിട്ട് പർട്ടിക്കുലർ കോളത്തിൽ എഴുതും. കോൺട്രാ എൻട്രി ആണ്, സി എന്ന് അടയാളപ്പെടുത്തി ക്യാഷ് കോളത്തിൽ നമ്മൾ എത്ര എഴുതും? 7,000 രൂപ, 7,000. ഇനി കോൺട്രാ എൻട്രി ആയതുകൊണ്ട് ഡബിൾ കോളം ക്യാഷ് ബുക്കിന് ക്രെഡിറ്റ് സൈഡിൽ അടയാളപ്പെടുത്തണം. സെയിം ഡേറ്റ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഡേറ്റ് കോളത്തിൽ 22/10. ഇവിടെ ബാങ്ക് എന്ന പർട്ടിക്കുലർ കോളത്തിൽ ഡെബിറ്റ് സൈഡിലെ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ പർട്ടിക്കുലർ കോളത്തിൽ ബാങ്ക് എന്നാണ് എഴുതിയതെങ്കിൽ ക്രെഡിറ്റ് സൈഡിലെ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ പർട്ടിക്കുലർ കോളത്തിൽ എന്ത് എഴുതേണ്ടത്? ക്യാഷ് എന്നാണ് എഴുതേണ്ടത്. നേരെ ഓപ്പോസിറ്റ്. ഇവിടെ ബാങ്ക് ആണ് എഴുതിയെങ്കിൽ ക്രെഡിറ്റ് സൈഡിലെ പർട്ടിക്കുലർ കോളത്തിൽ ക്യാഷ് എന്ന് എഴുതണം. കോൺട്രാ എൻട്രി ആണ്, LF കോളത്തിൽ സി എന്ന് അടയാളപ്പെടുത്തണം. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലെ ക്യാഷ് കോളത്തിലാണ് കാണിച്ചതെങ്കിൽ ഇവിടെ എന്ത് കാണിക്കണം? ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിലുള്ള ബാങ്ക് കോളത്തിൽ നമ്മൾ കാണിക്കണം. ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ ബാങ്കിലുള്ള പണം കുറയാണല്ലോ. ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും പണം എടുക്കുമ്പോൾ ബാങ്കിലുള്ള ബാലൻസ് കുറയാണല്ലോ. ബാങ്കിലുള്ള ബാലൻസ് കുറച്ച് കാണിക്കണമെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഏത് സൈഡിൽ കാണിക്കണം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഏത് കോളത്തിൽ കാണിക്കണം? ബാങ്ക് കോളത്തിൽ കാണിക്കണം. സെയിം എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും, 7,000. ഇനി ലാസ്റ്റ് ട്രാൻസാക്ഷൻ, ഈ ക്വസ്റ്റിന്റെ ലാസ്റ്റ് ട്രാൻസാക്ഷൻ എന്നാ? 31-ാം തീയതി, ഒക്ടോബർ 31-ാം തീയതി പെയ്ഡ് സാലറി, ശമ്പളം കൊടുത്തു. അപ്പൊ പേയ്മെന്റ് ആണ്. അതുകൊണ്ട് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. നമ്മൾ ഡേറ്റ് എഴുതും 31/10. ഡേറ്റ് എഴുതും. പർട്ടിക്കുലർ കോളത്തിൽ സാലറി എന്ന് കൊടുക്കും. ഇനി ക്യാഷ് കോളത്തിൽ കാണിക്കോ ബാങ്ക് കോളത്തിൽ കാണിക്കോ എന്ന് നമ്മൾ അറിയണം. സാലറി ചെക്കായി കൊടുത്തതാണോ? ചെക്കായി ആണോ കൊടുത്തത്? അല്ല, ക്യാഷ് ആണ് കൊടുത്തത്. ചെക്ക്, സാലറി പെയ്ഡ് ബൈ ചെക്ക് എന്നല്ല കൊടുത്തത്, സാലറി പെയ്ഡ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത് ക്യാഷ് കോളത്തിലാണ് കാണിക്കേണ്ടത്. ക്യാഷ് കോളത്തിൽ നമ്മൾ 6,000 രൂപ, 6,000 എന്ന് നമ്മൾ കാണിക്കും. 6,000 രൂപ, 6,000 കാണിച്ചു. അപ്പൊ ഇങ്ങനെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിലേക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടത്? സാധാരണ സിമ്പിൾ കോളം ക്യാഷ് ബുക്കും ലെഡ്ജറൊക്കെ ബാലൻസ് ചെയ്യുന്ന പോലെ ഇതും ബാലൻസ് ചെയ്യണം. അപ്പൊ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡ് ആണ് കൂടുതലുള്ളത്. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡ് നമുക്ക് കൂട്ടി നോക്കുമ്പോൾ രണ്ട് സൈഡ് നമുക്ക് കിട്ടുന്നത് 47,000 എന്നാണ്. 47,000 എന്നാണ് കിട്ടുന്നത്. 47,000. അപ്പോ ബാലൻസ് ഇറക്കി എഴുതി. ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യണം. അക്കൗണ്ടിങ്ങിലെ നിയമപ്രകാരം ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആക്കണം. ഡെബിറ്റ് സൈഡിലാണ് കൂടുതലുള്ളത് 47,000. ക്യാഷ് കോളത്തിലും ക്യാഷ് ഇൻ ഹാൻഡ് കോളത്തിലും ക്യാഷ് അറ്റ് ബാങ്ക് കോളത്തിലും 47,000 ആണ് ഉള്ളത്. ക്രെഡിറ്റ് സൈഡിൽ 47,000 ഇല്ല. ക്രെഡിറ്റ് സൈഡിലും രണ്ട് കോളത്തിലും 47,000 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എത്രയാണോ വ്യത്യാസമുള്ളത് അത് നമ്മൾ ഇവിടെ എഴുതണം. 47,000 നിന്ന് നമ്മൾ ക്യാഷിന്റെ ബാലൻസ് ക്യാരി ലോണും ബാങ്കിന്റെ ബാലൻസ് ക്യാരി ലോണും നമ്മൾ കണ്ടെത്തണം. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഡേറ്റ് എഴുതും.
3110. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ എഴുതും ബാലൻസ് ക്യാരി ഡൗൺ സി ബാർ ഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാലൻസ് കണ്ടെത്തും. 47,000 നിന്ന് 20,000 10,000 6,000 മൈനസ് ചെയ്യും. അപ്പൊ നമുക്ക് 11,000 എന്ന് കിട്ടും. 11,000 11,000. ഇനി ബാങ്കിന്റെയും ഇതുപോലെ ബാലൻസ് ക്യാരി ഡൗൺ കണ്ടെത്തണം. ബാങ്കിന്റെ ഡെബിറ്റ് സൈഡിൽ 47,000 ആണുള്ളത്. ഈ സൈഡ് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് 47,000 നിന്ന് 4,000 15,000 7,000 മൈനസ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 21,000 എന്ന് കിട്ടും. 21,000 21,000. ഇപ്പൊ നമ്മുടെ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇവിടെ നമ്മൾ 47,000 എന്ന് കാണിക്കും. ഇവിടെ നമ്മൾ 47,000 എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇപ്പൊ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആയി. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ആൻസർ കണ്ടെത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.